ഹായ് ഫ്രണ്ട്സ്, റിനൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ റിനൂസ് കിച്ചണിൽ എത്തിയിരിക്കുന്നത് നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അത് പറയുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കൂൺ അഥവാ മഷ്റൂം എങ്ങനെയാണ് ഞാൻ വെക്കുന്നതെന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ അതിലേക്ക് എടുത്തിരിക്കുന്ന കൂണ് ഒരു 200 ഗ്രാം കൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ആദ്യം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറുതായി അരിഞ്ഞ് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായി തട്ടിപ്പൊത്തി നമുക്കൊരു 10-15 മിനിറ്റ് നമുക്ക് മൂടി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് വഴറ്റുക. ചുവന്നുള്ളി അരിഞ്ഞതിൻ്റെ കൂടെ തന്നെ നമുക്ക് കറിവേപ്പിലയും ചേർക്കാം കേട്ടോ. അപ്പോൾ അത് വഴന്ന് വരുമ്പോൾ നമുക്ക് കുറച്ച് മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് വഴറ്റുക. വഴന്നതിന് ശേഷം നമ്മൾ ഈ തട്ടിപ്പൊത്തി വെച്ചിരിക്കുന്ന കൂണുണ്ടല്ലോ, ആ കൂണ് നമുക്ക് ഈ ചീനച്ചട്ടിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. കൂണ് തിളയ്ക്കുമ്പോൾ തന്നെ വെള്ളം ഉണ്ടാവും. അപ്പോൾ കൂണിലേക്ക് നമ്മൾ വേവാനായിട്ട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കൂണ് സാധാരണ ആ ഒരു വെളിച്ചെണ്ണയിൽ കിടന്ന് വേവുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അധികം വെള്ളമൊന്നും ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൂട്ടി യോജിപ്പിച്ച് നമുക്ക് ഒരു മൂടി കൊണ്ട് മൂടിയിട്ട് നമുക്ക് അത് ലോ ഫ്ലെയിമിൽ നമുക്ക് വെക്കാം. ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മൂടിക തുറന്ന് നോക്കുക. അതിന് ശേഷം നമ്മൾ ഒരു ചെറിയ കഷ്ണം കൂണെടുത്ത് കടിച്ച് നോക്കുക. അപ്പോൾ നമുക്കറിയാൻ പറ്റും വെന്തോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ വെന്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മൂടിക തുറന്ന് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കുക. അത് എണ്ണയിൽ കിടന്ന് അത് മരളുമ്പോഴാണ് അതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ആ വെള്ളച്ചൊക മാറി കഴിഞ്ഞ് നല്ല ആ എണ്ണ തെളിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നല്ലൊരു അടിപൊളി കൂൺ കറി ഇവിടെ റെഡിയാവും. അത് നല്ലൊരു കറിയാണ്, നല്ലൊരു സ്വാദിഷ്ടമായിട്ടുള്ള ഒരു കറിയാണ്. അധികം മസാലയൊന്നും ഇതിൽ ഇല്ല. അപ്പോൾ നെഞ്ചരിച്ചിൽ അങ്ങനെയൊരു കുഴപ്പമൊന്നും ഈ കറിക്ക് വരുന്നില്ല. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ട്രൈ ചെയ്തവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഇതിന്റെ കറക്റ്റ് മെഷർമെന്റ്സ് ഒക്കെ ഞാൻ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ എല്ലാം കറക്റ്റ് അളവുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് റിനൂസ് കിച്ചണിൽ വീണ്ടും കണ്ടുമുട്ടാം.